ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞ് തിരിച്ച് മഹാരാഷ്ട്രയ്ക്ക് പോകാൻ കേട്ടോ. ഷിറ്റുവിൻ്റെ ലീവ് കഴിഞ്ഞു. ഈ വട്ടം ഞങ്ങളെ യാത്രയ്ക്കാൻ വേണ്ടി അമ്മയും എട്ടിയമ്മയും കൂടെ ഉണ്ട് കേട്ടോ. പക്ഷേ പ്ലാറ്റ്ഫോം നമ്പർ 4 മെയിലായതുകൊണ്ട് തന്നെ സ്റ്റെപ്പ് കയറാൻ കുറച്ച് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മയോട് ഞാൻ താഴെ വെയിറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. ഒരു വേഗം ഞങ്ങളെ ട്രെയിൻ കയറ്റിയിട്ട് വരുമല്ലോ എന്ന് വെച്ചിട്ടാണ് അമ്മയ്ക്ക് ഞാൻ കയറണ്ടെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ നിൽക്കും. പക്ഷേ പെട്ടെന്ന് ടൈം പോയി കേട്ടോ. ട്രെയിൻ കുറച്ച് ലേറ്റ് ആയിരുന്നെങ്കിലും എനിക്ക് ഇവരെ വിട്ട് പോകാൻ ഈ വട്ടം എനിക്ക് മനസ്സുണ്ടായിരുന്നില്ല കേട്ടോ. ഈ താറ്റയൊക്കെ പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ ഭയങ്കര സങ്കടമായിരുന്നു. എൻ്റെ കണ്ണൊക്കെ അറിയാതെ ഇറങ്ങിയതായിരുന്നു. കാരണം ഇനി തിരിച്ചു വരുമ്പോൾ ഏട്ടയും നാട്ടിലുണ്ടാവില്ല. ആരോട്ടെ കുവൈറ്റിലേക്ക് തിരിച്ച് പോവും. ഇവരുടെ കൂടെ ഞങ്ങൾ ഇനി എപ്പോൾ എൻജോയ് ചെയ്യാനാണ്, ഈ ഒരു മൊമെൻറ്റ് നമുക്ക് എപ്പോൾ കിട്ടും എന്നൊക്കെ ആലോചിച്ചിട്ട് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. എനിക്ക് ചുറ്റും നല്ല സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ട്രെയിൻ കയറിയിട്ടും ഞങ്ങൾ ആ ഒരു ഹാങ് ഓവർന്ന് മാറിയിട്ടേ ഇല്ല. കാരണം ഇനി ഞങ്ങൾ എല്ലാവരും കൂടെ ഇതുപോലെ കൂടണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും കേട്ടോ. അത് അറിയാവുന്നതുകൊണ്ട് തന്നെ ഏട്ടയുടെ കല്യാണം ഞങ്ങൾ അത്യാവശ്യം നല്ല രീതിക്ക് എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല എൻജോയ് ചെയ്തെന്ന് പറഞ്ഞാൽ ചെറിയൊരു ഫംഗ്ഷൻ ആണെങ്കിൽ കൂടി ഞങ്ങൾ കസിൻസും ഫ്രണ്ട്സൊക്കെ ആയിട്ട് അടിച്ച് പൊളിച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു അടിച്ച് പൊളിക്ക് ശേഷം ഞങ്ങൾ അവരെ വിട്ട് ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് പോകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് ശരിക്കും ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. അവർക്ക് സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. ചുമ്മാ വീഡിയോയിലും ഇങ്ങനെ എന്നൊക്കെ കാണിക്കുകയാണെങ്കിലും അവർക്കുള്ളിൽ നല്ല വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. ഇനി എപ്പോഴാണ് കൂടാന്ന് ആലോചിച്ചിട്ടുള്ള സങ്കടമാണ്. എപ്പോഴും നമ്മൾ എല്ലാവരും നാട്ടിൽ തന്നെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു സങ്കടം ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു കുട്ടി പോസ് ചെയ്തിട്ട് കിടക്കുന്നത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടൊക്കെ കിടന്ന് ഉറങ്ങുമ്പോൾ കാലൊക്കെ കയറ്റി വെച്ചിട്ടാണ് ഉറങ്ങുന്നത്. അപ്പോൾ അങ്ങനെ തിരിച്ച് ഞങ്ങൾ മഹാരാഷ്ട്രയ്ക്ക് വന്ന് ചുറ്റും ലീവ് കിട്ടിയത് തന്നെ അത്യാവശ്യം ലീവ് കിട്ടിയത് തന്നെ വലിയ കാര്യമായിട്ടായിരുന്നു. കാരണം ഞങ്ങൾ നാട്ടിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ തിരിച്ചിങ്ങോട്ട് വീണ്ടും വന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ കല്യാണം കൂടാൻ പറ്റിയത് തന്നെ ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ അത്യാവശ്യം കുറച്ച് ദിവസമൊക്കെ എൻജോയ് ചെയ്തു. ആ ഒരു മെമ്മറിയിൽ ഞങ്ങൾ തിരിച്ച് മഹാരാഷ്ട്രയ്ക്ക് വന്നു കേട്ടോ. ഞാൻ ചിറ്റുവിനോട് പറയായിരുന്നു കേട്ടോ. ഞാൻ ചിറ്റുവിൻ്റെ കൂടെ ഉള്ളത് കൊണ്ടായിരുന്നു ചിറ്റുവിന് കുറച്ചൊക്കെ ഒരു ആശ്വാസമായിട്ടുണ്ടാകും. ഇല്ലെങ്കിൽ എന്നെ വിട്ട് ഫാമിലിയും വിട്ടിട്ട് ചിറ്റു ഇതുപോലെ വർക്കിന് വേണ്ടിയിട്ട് ദൂരത്തേക്ക് വരുമ്പോൾ അത്ര സങ്കടം ഉണ്ടാവില്ലോ എന്ന് ഞാൻ ആലോചിച്ചിട്ട് ഇങ്ങനെ പറയായിരുന്നു കേട്ടോ. സത്യം അതാണ് കേട്ടോ. ഇപ്പോൾ ഈ വട്ടം എനിക്ക് തന്നെ ഭയങ്കര സങ്കടമായിരുന്നു ഫാമിലി വിട്ട് വരുമ്പോൾ. അപ്പോൾ ചിറ്റുവിനെ ഓരോ വട്ടം ഇങ്ങനെ നാട്ടിലോട്ട് വന്നിട്ട് തിരിച്ച് ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഭയങ്കര വിഷമം ഉണ്ടാവില്ലോ എന്നൊക്കെ ഞാൻ ആലോചിച്ചു കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ 24 hours ജേർണി ഭയങ്കര മടുപ്പായി തോന്നി. അങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് നിങ്ങൾ മഹാരാഷ്ട്രയിൽ എത്തിയിട്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.